എൻ്റെ പാട്ടുകൾ ഞാൻ അവർക്ക് വേണ്ടി പാട്ട് എഴുതുക മാത്രമല്ല, ഒരുപാട് പേര് പാടിയിട്ടും ഉണ്ട്. ചിലപ്പോൾ ആളുകൾക്ക് അറിയാമായിരിക്കും, പക്ഷെ അത് എൻ്റെ പാട്ടിലാണെന്നില്ല പറയുണ്ടാവില്ല. അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പാട്ട് ആദ്യമായിട്ട് പാടുന്ന സിനിമാ നടൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, കലാഭവൻ മണിയാണ്. ഓ അത് ശരി. അപ്പോൾ കലാഭവൻ മണി നമ്മുടെ റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ വിനോദ് വിജയൻ്റെ സിനിമയിൽ അലക്സ് പോളയുടെ സംഗീത സംവിധാനത്തിൽ പൈനാപ്പിൾ സുന്ദരനല്ല എന്നുള്ള പാട്ട് പാടുന്നു. അത് 2007-ഓ 2009-ലോ മറ്റുമാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമാണ് എൻ്റെ പാട്ട് പാടുന്ന ആദ്യത്തെ നടൻ. അതിനുശേഷം കിട്ടിയ സൗഭാഗ്യം എന്ന് വെച്ചാൽ മലയാളത്തിലെ ഒരുപാട് പേര്, അത് ലിസ്റ്റ് പറഞ്ഞാൽ കുറേ ഉണ്ട്. അതായത് ജയസൂര്യ പിന്നെ പാടി സൂപ്പർ ഹിറ്റായിട്ടുള്ള പുണ്യാള അഗർബത്തീസിലെ പാട്ട്, ആശിച്ചവൻ ആകാശത്തു നാനെ കിട്ടി, പിന്നെ പൃഥ്വിരാജ് പാടി ആദം ജോണിൽ, ഇന്ദ്രജിത്ത് പാടി, പിന്നെ ആരാ കുഞ്ചാക്കോ പാടി ഗിറിൽ, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, മേഘന രാജ്, സോണ നായർ, ഇന്നസെൻ്റ് ഏടൻ, അങ്ങനെ മോഹൻലാൽ. അതെ, അത് ആദ്യം പറയേണ്ടതാണെങ്കിൽ പോലും ഞാൻ ഓർത്തു വരാം, അത് ലിസ്റ്റ് വലുതാ. കലാഭവൻ ഷാജോൺ, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകൾ പാട്ട്, ഞാൻ എഴുതിയ പാട്ടുകൾ പാടി. ദുൽഖർ സൽമാൻ 3 പാട്ട് പാടി, ജയസൂര്യ 2 പാട്ട് പാടി, സുരേഷ് ഗോപി ചേട്ടൻ പാടി. അപ്പോൾ ഇത്രയൊക്കെ ഒരു വലിയൊരു ലിസ്റ്റാണ്. നായികമാരുടെ കൂട്ടത്തിൽ കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, പിന്നെ ആരായിരുന്നു, ശ്വേതാ മേനോൻ. അവരൊക്കെ മഞ്ജു വാര്യർ ജോ ആൻഡ് ദ ബോയ് സിനിമയിൽ, കാവ്യ മാധവൻ ദൈവമേ കൈതൊഴാം എന്ന സിനിമയിൽ രാജശേഖരുടെ മ്യൂസിക്കിൽ, പിന്നെ ആരായിരുന്നു, പിന്നെ ഗോപിസുന്ദറിൻ്റെ മ്യൂസിക്കിൽ ആണ് ശ്വേതാ മേനോനും മേഘന രാജും അവരൊക്കെ പാടുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന പടത്തിൽ. അപ്പം അങ്ങനെ കുറേ പേര് പാടി. ഒരുപാട് നടന്മാർ പാടുന്ന പാട്ടുകൾക്ക് വരികൾ എഴുതാൻ സാധിച്ചു. അത് മുൻകൂട്ടി വിചാരിച്ചുകൊണ്ടൊന്നുമല്ല, അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. ചിലതൊക്കെ നേരത്തെ പറയും, ഇത് ഇന്നാളെ കൊണ്ട് പാടി പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പാട്ടാണ്, അപ്പോൾ ചിലപ്പോൾ നടന്മാരായിരിക്കും പാടുക എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പാടി.